വിയൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരൻ മരിച്ച സംഭവത്തിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ ജയിൽ വകുപ്പ് മേധാവിയോടും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോടും അന്വേഷണം നടത്തി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. വിയൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരനായിരുന്ന തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സാധാരണ ജയിലിലേക്ക് അയച്ചതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് രേഷ് ബാബു മരിച്ചത്. സംഭവത്തിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പിതാവ് ബാബു രംഗത്തെത്തിയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് മകന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നില്ലെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കണ്ടപ്പോൾ മുഖത്തും ശരീരത്തും മുറിവുകളും വീക്കവും ഉണ്ടായിരുന്നുവെന്നുമാണ് പിതാവിന്റെ ആരോപണം. മകന്റെ പല്ലുകൾ ഇളകിയ നിലയിലായിരുന്നുവെന്നും ചുണ്ടും മുഖവും കരിനീലിച്ചിരുന്നുവെന്നും പിതാവ് വ്യക്തമാക്കിയിരുന്നു. രേഷ് ബാബു ജന്മനാ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന വിവരം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നിട്ടും കേസെടുത്ത് റിമാൻഡ് ചെയ്തുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം രേഷ് ബാബുവിന്റെ മരണം മർദ്ദനം മൂലമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതിനെ തുടർന്ന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതുമൂലമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിൽ കണ്ട മുറിവുകളും പ്ലേറ്റ്ലെറ്റ് കുറവിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവത്തിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്ലേറ്റ്ലെറ്റ് കുറയാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി ആന്തരികാവയവങ്ങൾ പാത്തോളജി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മെയ് 16-നാണ് അടിപിടി കേസിൽ രേഷ് ബാബുവിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മെയ് 17-ന് കോടതി റിമാൻഡ് ചെയ്ത ഇയാൾ മെയ് 26-ന് അസ്വസ്ഥതയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുമായിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിനായാണ് ഇനി കാത്തിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ.